നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിങ്ക ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ്. ഇവർ നവംബർ 13 മുതൽ 18 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 1114.72 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 550 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി സ്വരൂപിക്കുന്നത്. ഈ സിങ്ക ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ബ്ലാക്ക് ബക്ക് എന്നുള്ള പേരിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കമ്പനിക്കുള്ളത്. ഇവർ ഈ ട്രക്ക് ഓപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളത്. അത് ഈ ട്രക്കുകളുടെ ചലനങ്ങളും അവരുടെ മറ്റ് കാര്യങ്ങളും എല്ലാം ഡിജിറ്റലി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രക്ക് ഓപ്പറേറ്റേഴ്സിനെ അത് സഹായിക്കുന്നു. അതായത് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നതിന്, അതായത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പെട്രോൾ അടിക്കുന്നതിനും പിന്നെ നാഷണൽ ഹൈവേയിലെല്ലാം അടിക്കടി ഉള്ള ടോൾ ബൂത്തുകളിലെ പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ടോട്ടൽ ഡ്രൈവേഴ്സിനെ മാനേജ് ചെയ്യുക, ടോട്ടൽ ഫ്ലീറ്റിൻ്റെ ടെലിമാറ്റിക്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസുകൾ കണ്ടുപിടിക്കുന്നതിനും മറ്റുമുള്ള സഹായങ്ങൾ നൽകുക. എന്തിനേറെ പറയുന്നു, യൂസ്ഡ് ട്രക്കുകളുടെ പർച്ചേസിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സിങ്ക ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, അല്ലെങ്കിൽ അവരുടെ ബ്ലാക്ക് ബക്ക് എന്നുള്ള മൊബൈൽ ആപ്പ്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. 2015 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. ഈ ട്രക്ക് ഓപ്പറേറ്റേഴ്സിനെ സഹായിക്കുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള ബ്ലാക്ക് ബക്ക് എന്നുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് കമ്പനി രംഗത്തേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ 2024 കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷത്തോളം ട്രക്ക് ഓപ്പറേറ്റേഴ്സാണ് ഇവരുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യയിലെ 27.52% ഇന്ത്യൻ ട്രക്ക് ഓപ്പറേറ്റേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കമ്പനിക്ക് ഏകദേശം 2000-ഓളം എംപ്ലോയീസാണ് അവരുടെ പേറോളിലുള്ളത്. അതുപോലെ തന്നെ 3700-ഓളം ഓഫ് പേറോളായിട്ടുള്ള എംപ്ലോയീസും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഏകദേശം 4200-ഓളം തേർഡ് പാർട്ടി ഏജൻസ് അവരുടെ ചാനൽ പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രക്കുകളുടെ എണ്ണത്തിലും ഓപ്പറേറ്റേഴ്സിൻ്റെ എണ്ണവും നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഫിസിക്കൽ നെറ്റ്വർക്കാണ് സിങ്ക ലോജിസ്റ്റിക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഈ ഇന്ത്യയിലെ 80% ഡിസ്ട്രിക്റ്റുകളിലും ഇവരുടെ സേവനമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മേജർ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബുകളിലും ടോൾ പ്ലാസകളിലും ഇവരുടെ സാന്നിധ്യം സജീവമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഓൺ ബോർഡിങ്ങിനും സർവീസിങ് ആക്ടിവിറ്റീസിനും എല്ലാമായിട്ട് ഏകദേശം 9500 ടച്ച് പോയിൻറ്റ്സാണ് കമ്പനിക്ക് ഉള്ളത്. ബ്ലാക്ക് ബക്കിൻ്റെ ഇൻകം എന്ന് പറയുന്നത് അവരുടെ ഒരു കമ്മീഷനാണ്. അതായത് അവർ നൽകുന്ന ഈ പേയ്മെൻറ്റ്സുകൾക്കും എല്ലാം ലഭിക്കുന്ന കമ്മീഷൻ, അത് കൂടാതെ വെഹിക്കിൾ ഫിനാൻസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന സർവീസ് ചാർജസും എല്ലാം അവരുടെ ഇൻകമായിട്ട് കണക്കാക്കാവുന്നതാണ്. 2015 ബ്ലാക്ക് ബക്സിൻ്റെ ഈ കമ്പനിയായിട്ടുള്ള സിങ്ക ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് എന്നുള്ള ഈ കമ്പനി രൂപം കൊടുക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള പല ഫണ്ടുകളും വെഞ്ചർ ക്യാപിറ്റലുകളുമാണ്. അതിൽ പ്രധാനപ്പെട്ടത് എക്സൽ, ബി ക്യാപിറ്റൽ, ഗോൾഡ്മാൻ സാച്ച്, അതുപോലെ ഫ്ലിപ്കാർട്ട്, IFC, VEF തുടങ്ങിയിട്ടുള്ള നിരവധി ഫണ്ടുകൾ ഇതിൽ നല്ലപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എങ്കിലും പ്രമുഖ പ്രൊമോട്ടേഴ്സായിട്ട് 3 പേരുടെ പേരുകളാണ് നമുക്ക് എടുത്തു പറയാവുന്നത്. ഒന്ന് രാജേഷ് കുമാർ നായിഡു യാബാജിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണത്. അദ്ദേഹത്തെ കൂടാതെ പിന്നെയുള്ളത് ചാണക്യ ഹൃദയ എന്ന വ്യക്തിയും രാമസുബ്രഹ്മണ്യൻ ബാലസുബ്രഹ്മണ്യൻ എന്നുള്ള മറ്റൊരു വ്യക്തിയുമാണ്. ഇവരാണ് പ്രധാന പ്രൊമോട്ടേഴ്സായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 32.91% ഓഹരികളാണ് ഉള്ളതെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ അത് 27.84% മാറുന്നുണ്ട്. സിങ്ക ലോജിസ്റ്റിക്സിൻ്റെ EPS മൈനസാണ്, 10.99 എന്നാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ
നല്ല കണക്കാണ് ഇവിടെ കാണുന്നത്. 2022 156.13 കോടി രൂപയാണെങ്കിൽ റവന്യൂ അടുത്ത വർഷം 2023 195.09 കോടി രൂപയായിട്ട് അത് മാറിയിട്ടുണ്ട്. 2024 316.51 കോടി രൂപയാണ്. ഇനി അടുത്തത് 2024-25 വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ 98.33 റവന്യൂ കാണിക്കുന്നത്. ഇനി നെറ്റ് ഇൻകം നോക്കാം. അത് പക്ഷേ നെഗറ്റീവാണ്, അത് നഷ്ടത്തിലാണ്. അറ്റാദായം എന്ന് പറയുന്നത് നഷ്ടമാണ് കാണിക്കുന്നത്. -284.56 കോടി രൂപയാണ് 22-ലെങ്കിൽ അടുത്ത വർഷം അത് -290.5 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചു ആ നഷ്ടം എന്നുള്ളതാണ് കാണുന്നത്. 2024 ആയപ്പോഴത്തേക്ക് നഷ്ടത്തിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. അത് 193.95 കോടി രൂപയാണ് ആ വർഷം നഷ്ടം. എന്നാൽ അത് പിന്നീട് അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. 32.38 കോടി പ്ലസിലേക്ക് വന്നിട്ടുണ്ട്, ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട് 2024-25 ആദ്യ ക്വാർട്ടറിലെ കണക്ക് കാണിക്കുന്നത്. അപ്പോൾ 2023-24 വരുമ്പോഴത്തേക്ക് എന്തായാലും വളരെ നല്ല പ്രകടനമാണ് കമ്പനി കാഴ്ചവെക്കുന്നത്. 62.24% റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള വർധനമെങ്കിൽ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളതിൽ തന്നെ 33.24%-ൻ്റെയാണ് 23-ൽ നിന്ന് 24-ലേക്ക് വരുമ്പോൾ വർധനവുണ്ടായിട്ടുള്ളത്. വളരെ മികച്ച കണക്കാണ്. അത് 24-25 എന്നുള്ള ധനകാര്യ വർഷത്തിൽ അത് വീണ്ടും വലിയ നല്ല നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി കമ്പനി ഏകദേശം 550 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് എന്ന് നമുക്കറിയാം. അത് എങ്ങനെയാണ് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 200 കോടി രൂപ അവരുടെ സെയിൽസ് മാർക്കറ്റിംഗ് കോസ്റ്റുകൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ അവരുടെ ഒരു ബ്ലാക്ക് ബക്കിൻ്റെ ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലുള്ള ഒരു സബ്സിഡി കമ്പനിയുണ്ട്. അതിനൊക്കെ ആവശ്യത്തിന്, അതിൻ്റെ ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് ഒരു 140 കോടി രൂപ അവർ വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളത് അവരുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു 75 കോടി രൂപ അങ്ങനെ വിനിയോഗിക്കും. ബാക്കിയുള്ളതാണ് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുക. ഇനി ബ്ലാക്ക് ബക്കിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരാന്ന് നോക്കുകയാണെങ്കിൽ CE ഇൻഫോ സിസ്റ്റംസ്, അതിൻ്റെ PE 92.9 പിന്നെ ഫ്ലീറ്റ്കോ ടെക്നോളജീസ്, അത് 20.20 അതിൻ്റെ PE റേഷ്യോ കാണുന്നത്. പിന്നെ ഫുൾ ട്രക്ക് അലയൻസ് ആണ്, അവരുടേത് 804.77 PE കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ക്യാപിറ്റൽ, മോർഗൻ സ്റ്റാൻലി, പിന്നെ JM ഫിനാൻഷ്യൽസ്, IIFL ക്യാപിറ്റൽ തുടങ്ങിയവരാണ്. രജിസ്ട്രാർ KFin ടെക്നോളജീസ്. ഇനി സിങ്ക ലോജിസ്റ്റിക്സിൻ്റെ IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നവംബർ 13 മുതൽ 18 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 259 രൂപ മുതൽ 273 രൂപ വരെയാണ്. ഇത് എംപ്ലോയീസിന്, കമ്പനിയുടെ എംപ്ലോയീസിന് ഒരു ഓഹരിയിൽ 25 രൂപ വരെ അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്രഷ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ 550 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ 564.72 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 1114.72 കോടി രൂപയ്ക്കുള്ളതാണ്. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 54 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 13 ലോട്ട് വരെയാണ് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നത്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 രൂപയേ ഉള്ളൂ എന്ന് ഓർക്കണം. 1 രൂപയുടെ ഓഹരിക്കാണ് 273 അപ്പർ ബാൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വർഷത്തെ ഏർണിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് അലോക്കേഷൻ 10% റീറ്റെയിലേഴ്സിനുള്ളൂ എന്നുള്ളത്, കുറച്ച് നഷ്ടത്തിലൊക്കെ പോയ കമ്പനി ആയതുകൊണ്ട് 10% റീറ്റെയിലേഴ്സിന് അലോക്കേഷൻ ഉള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, 15% HNIസിനുമാണ് കമ്പനി കൊടുക്കുന്നത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 19 ആയിരിക്കും. ഇനി NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് 21 ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ റവന്യൂവിൽ 2023 നിന്ന് 24 വരുമ്പോൾ നല്ലൊരു വർധനവ് കാണുന്നുണ്ട്. അത് പുതിയ ഈ 2024 മുതൽ 25 എന്നുള്ള ഈ ധനകാര്യ വർഷത്തിലും അത് വളരെ മികച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ
അറ്റാദായത്തിൽ നോക്കുകയാണെങ്കിൽ 23-ൽ നിന്ന് 24-ലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഒരു കുതിച്ചുചാട്ടം അതിൻ്റെ റവന്യൂവിലും നെറ്റ് പ്രോഫിറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 62% ഇതിൻ്റെ റവന്യൂവിലും 33.24% അറ്റാദായത്തിലുമാണ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. അത് 2024-25 ധനകാര്യ വർഷത്തിൽ വളരെ മികച്ച നിലയിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വേണമെങ്കിൽ അവർക്ക് വിട്ടുനിൽക്കാവുന്നതാണ്. എന്നാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ബ്ലാക്ക് ബക്സ് അല്ലെങ്കിൽ സിങ്ക ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ കമൻറ്റുകൾ ഇടാൻ ഒട്ടും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.